അപ്പോൾ ആദ്യം നമ്മുടെ വൈറ്റ് കളറിലുള്ള തരിക്കഞ്ഞിയാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇത് തിളച്ച് വരാനായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സേമിയ എടുത്തിട്ടുണ്ട്. വറുത്തെടുത്ത് വെച്ചിട്ടുള്ള സേമിയാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവയാണ് എടുത്തിട്ടുള്ളത്. ഇതും വറുത്തെടുത്ത് വെച്ചിട്ടുള്ള റവയാണ്. ഇതൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റവ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു ചെറിയ തീയിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ റവയും സേമിയയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. ഇനി ഇതിലേക്ക് ഒരു 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കണം കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ ഒരു തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സേമിയയും റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതിൻ്റെ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ തരിക്കഞ്ഞി ഈ ഒരു ലൂസിൽ വേണം. ഇത് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് തിക്കായിട്ട് വരും. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞത്, അതുപോലെ കുറച്ച് കറിവേപ്പില, കുറച്ച് കാഷ്യൂ നട്ട്, റൈസിൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കാം. കാഷ്യൂ നട്ട് ഒന്ന് റോസ്റ്റായിട്ട് വരുമ്പോൾ റൈസിൻസും കറിവേപ്പിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള തരിക്കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഞാൻ ഈ തരിക്കഞ്ഞിയിലേക്ക് ഏലക്കായ ഒന്നും ചേർത്തിട്ടില്ല. ഏലക്കായയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഏലക്കായ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഒന്നുകൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മുടെ അടുത്ത തരിക്കഞ്ഞി റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സേമിയ ചേർത്ത് കൊടുക്കാം. വറുത്ത് വെച്ചിട്ടുള്ള സേമിയയാണിത്. സേമിയ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ റവ എടുത്തിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുക. റവയും റോസ്റ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പാനി എടുത്തിട്ടുണ്ട്. ഒരച്ച് ശർക്കര 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഉരുക്കിയെടുത്തിട്ടുള്ള പാനിയാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതും മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് 2-3 മിനിറ്റ് ഒന്ന് വെന്ത് വരട്ടെ. ഈ റവയും സേമിയയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പോൾ ഈ റവയും സേമിയയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
ഇനി ഇതിലേക്ക് ഞാനിവിടെ തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 3/4 കപ്പ് തേങ്ങാപ്പാലാണിത്. ഇത് ചേർത്ത് കൊടുക്കാം. ഇതിന് പകരമായിട്ട് സാധാരണ പശുവിൻ പാലും ഉപയോഗിക്കാം കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് തിള വന്നാൽ മതി. അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കാഷ്യൂനട്ടും റൈസിൻസും ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ ഒന്ന് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു തരിക്കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. ഇതും തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്കായിട്ട് വരും. ഇപ്പം നമ്മുടെ 2 രുചിയിലുള്ള തരിക്കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തരിക്കഞ്ഞിയാണിത്. പിന്നെ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് പറ്റുന്ന നല്ലൊരു റെസിപ്പി കൂടിയാണിത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. താങ്ക്